ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഇപ്പോഴേ കാണുന്നേ ഇതുപോലെ ഏതെങ്കിലും വള്ളിക്കെട്ട് കേസുമായിട്ട് വരുമ്പോ കാണാം. അല്ലാതെയും കാണാം. എന്തായാലും അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വരുമല്ലോ. കണ്ടില്ലേ, നിന്റെ ഓരോ വിജയത്തിലും അവളിപ്പോ നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട്. ഇവളെപ്പോലെ മറ്റൊരു പെണ്ണ് ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. അത് മനസ്സിലാക്കി പെരുമാറിയ നിനക്ക് നല്ലത്. മോളോട് എങ്ങനെ നന്ദി പറയണം അമ്മയ്ക്ക് അറിയത്തില്ല. ന്യായം നടപ്പാക്കാനാണ് കോടതി, അല്ലാതെ നിരപരാധികളെ ശിക്ഷിക്കാനല്ല. ഇതൊന്നും അമ്മ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അയാള് മരിച്ചത് അമ്മ കൊടുത്ത പഴങ്കഞ്ഞി കുടിച്ചിട്ടുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒരു കോടതിക്കും ജാമ്യം തരാതിരിക്കാൻ പറ്റില്ല. എന്നാലും കോടതിയിൽ അതെല്ലാം പറഞ്ഞു തെളിയിക്കാൻ പറ്റിയത് എന്തായാലും മാഡത്തിന്റെ മിടുക്ക് തന്നെയാ. ഞാൻ എന്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്കിന്ന് ജാമ്യം കിട്ടണമെന്ന് ഗോകുൽ സാറിന് വലിയ നിർബന്ധമായിരുന്നു. ഞാനും സച്ചിൻ കൂടി ഇന്നലെ ഗോകുൽ സാറിന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തു. സച്ചി കൊടുക്ക. മാഡം വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഇത് സ്വീകരിക്കണം. ഇത് വക്കീൽ ഫീസാണോ? അത് പിന്നെ അങ്ങനെയും പറയാം. ഞാൻ സാധാരണ എന്റെ കക്ഷികളോട് വക്കീൽ ഫീസ് വാങ്ങാറുണ്ട്. പക്ഷേ ഈ കേസില് ഇതിനു വേണ്ടിയല്ല, എന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ഈ കേസ് വാദിച്ചത്. അതുകൊണ്ട് ഇത് സച്ചിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഫീസിന് പകരം എനിക്ക് അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം മതി. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു കോടതിയും അമ്മ ശിക്ഷിക്കില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഒരുപാട് നന്മയുള്ള മോള. ആദ്യം എന്റെ സച്ചിമനെ രക്ഷിച്ചു, ഇപ്പോ ഈ അമ്മയെ. ഇനി ജീവിതകാലം മുഴുവൻ ഞങ്ങൾ മോളോട് കടപ്പെട്ടിരിക്കും. എന്റെ മോളെ ദൈവം അനുഗ്രഹിക്കും. എന്നാ പിന്നെ നമുക്ക് പോയാലോ? മോളൊരു ദിവസം വീട്ടിലോട്ട് വരണം, അത് അമ്മയുടെ ആഗ്രഹം. വരാം. ഇപ്പൊ അമ്മ ചെല്ല്, വീട്ടിലെല്ലാരും കാത്തിരിക്കുവല്ലേ. പോട്ടെ മോളെ. വേണ്ടി ഇനി ഇപ്പോഴേ കാണുന്നേ. ഇതുപോലെ ഏതെങ്കിലും വള്ളിക്കെട്ട് കേസുമായിട്ട് വരുമ്പോ കാണാം. അല്ലാതെയും കാണാം. എന്തായാലും അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വരുമല്ലോ. അപ്പൊ എന്തായാലും കാണാതെ പറ്റില്ലല്ലോ. ശരിയെന്നാ.
ഇന്നെന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. എന്റെ വിവാഹമായിരുന്നു. ഇനി അവനെ നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല മൂർത്തി. ഞാൻ അവനോട് സംസാരിച്ചു. ഇന്നവന്റെ കല്യാണമായിരുന്നു. മാഡം, നടന്നത് വലിയൊരു ചതിയാണ്. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നിട്ട് രാജീവ് നമ്മളെ ചതിക്കുകയായിരുന്നു. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ഇനി അയാളുമായി ഒരിടപാട് നമുക്ക് വേണ്ട. അയാള് കല്യാണം കഴിച്ചത് ആരെയാണെന്ന് മാഡത്തിനോട് പറഞ്ഞോ? ഇല്ല, ഞാനത് അന്വേഷിച്ചില്ല. ഇങ്ങനെ പലതും അന്വേഷിക്കാതിരുന്നുകൊണ്ടാ നമുക്ക് ഇത്രയും വലിയൊരു പണി കിട്ടിയത്. അയാൾ ആരെങ്കിലും കല്യാണം കഴിച്ചതിൽ നമുക്കെന്ത് പണി കിട്ടാനാ മൂർത്തി? പക്ഷെ അയാൾ കല്യാണം കഴിച്ച വധുവാനാണെന്ന് അറിയുമ്പോ മാഡം ഞെട്ടും. ആരാ വധു? അഡ്വക്കേറ്റ് ഗോകുൽ രാജിന്റെ സഹോദരി ശിശിരയാണ് രാജീവ് കല്യാണം കഴിച്ചത്. എന്താ ഇപ്പൊ മാഡം ഞെട്ടിയോ? താനീ പറഞ്ഞത് സത്യാണോ? ഞാൻ എന്തിനാ മാഡത്തിനോട് കള്ളം പറയുന്നത്? അഡ്വക്കേറ്റ് ഗോകുൽ രാജിന്റെ കുടുംബവുമായി അയാൾക്ക് നേരത്തെ ബന്ധമുണ്ട്. ആ സ്ത്രീ അയാളുടെ പഴയ കാമുകിയായിരുന്നു. ആ വക്കീലും കൂടി അറിഞ്ഞുകൊണ്ടാ ഇതെല്ലാം നടന്നത്. മാഡം വിളിച്ചപ്പോ രാജീവ് ഫോൺ എടുക്കാത്തത് മനഃപൂർവ്വം തന്നെയാ. മനസ്സിലായി മൂർത്തി. ഇതിന് ഞാൻ അയാളോട് ക്ഷമിക്കില്ല.